DNN24 സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നിലാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും 5 കിലോമീറ്റർ മാറി കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന കവിയൂർ ഗുഹാക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ തൃക്കടിയൂർ ഗുഹാക്ഷേത്രമാണ് ഇത്. പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒട്ടേറെ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് തിരുവല്ല കവിയൂരിലുള്ള അതിപുരാതനമായ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പഴമയുടെ സൗന്ദര്യം ഓരോ കൽത്തരിയിലും തങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്ത് പാണ്ഡവർ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നും ഇവിടുത്തെ ഹരിതമനോഹാരിതയിൽ മയങ്ങിയ അവർ ഇവിടെയുള്ള ഗുഹയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിശ്വാസം. ഇവിടം ഒരു ക്ഷേത്രമായി വളരെ മുൻപ് തന്നെ പാണ്ഡവർക്ക് ഇവിടം വിട്ടു പോകേണ്ടി വന്നു. കൗരവർ പാണ്ഡവരുടെ ഒളിസ്ഥലം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ കോഴിയുടെ രൂപത്തിലെത്തി വിവരമറിയിക്കുകയും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാതെ പാണ്ഡവർ ഇവിടെ നിന്ന് പോയി എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. തിരുവല്ലയിലെ പ്രസിദ്ധമായ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. പഴമയുടെ ഭംഗി വിളിച്ചോതുന്ന ക്ഷേത്രത്തിലേക്ക് നിരവധി സഞ്ചാരികളും ഗവേഷകരും എത്താറുണ്ട്. ചരിത്രപരമായ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാൽ ടൂറിസത്തിന് 10 മടങ്ങ് സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ഈ ഗുഹാക്ഷേത്രം. AD 8-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു. ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയുള്ള പ്രദേശത്ത് മുഖാമുഖം നിൽക്കുന്ന വലിയ പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രഥശില്പശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ നിർമ്മിച്ച ഗർഭഗൃഹത്തിനുള്ളിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ അർദ്ധമണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. പടവുകൾ കയറി പ്രധാന കവാടം കടന്നു വേണം ഗുഹാക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ. മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഗർഭഗൃഹത്തിന്റെ ഇരുവശങ്ങളിലുമായി 2 ദ്വാരപാലകരുടെ ശില്പങ്ങൾ കാണാം. പുറം ചുവരുകളിൽ ഗണപതി മഹർഷി ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ആയുധങ്ങളില്ലാതെ കൈകൊട്ടി നിൽക്കുന്നതും ഗദാധാരിയായതുമായ ദ്വാരപാലക ശില്പങ്ങളും കയ്യിൽ കമണ്ഡലവും ഏന്തി നിൽക്കുന്ന ജടാധാരിയായ മുനിയുടെ ശില്പത്തിനും മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യമുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഒരു നേരം മാത്രം പൂജകൾ നടത്തുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DNN24 സബ്സ്ക്രൈബ് ചെയ്യുക.